വയനാട്ടിൽ മഴ കനക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അവിടെ സുൽത്താൻ ബത്തേരിയിൽ നൂൽപ്പുഴ വില്ലേജിൽ പുഴംകുനി ഉന്നതിയിലെ 15 പേരെ കല്ലൂർ ഹൈസ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ മുട്ടിൽ പഞ്ചായത്തിലെ 4 സെന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ പനങ്കണ്ടി സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ടി വന്നിരിക്കുന്നു. വയനാട്ടിൽ ജോഷ്ലയുണ്ട്. ജോഷ്ല, എന്താണ് വയനാട്ടിൽ മഴ കനക്കുകയാണോ? ഇന്ന് ഏത് തരത്തിലുള്ള അലർട്ടാണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട്? മനു, ഇന്നലെ ഉച്ച മുതൽ അതിതീവ്രമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലും കനത്ത മഴയായിരുന്നു. ഇന്നലെ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയത് 130 മില്ലിമീറ്റർ മഴയാണ്. അതേസമയം തന്നെ ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. നെന്മേനി വില്ലേജിലെ പാമ്പുംകുനി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 3 കുടുംബങ്ങളെയാണ് കോളിയാടി AUP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റിയത്. ക്യാമ്പിൽ 5 പുരുഷന്മാരും 5 സ്ത്രീകളും ഒരു ഗർഭിണി അടക്കം 5 സ്ത്രീകളും 3 കുട്ടികളും ഉണ്ട്. അതുപോലെ തന്നെ നൂൽപ്പുഴ വില്ലേജിൽ പുഴംകുനി ഉന്നതിയിലെ 15 പേരെ കല്ലൂർ ഹൈസ്കൂൾ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുട്ടിൽ പഞ്ചായത്ത് 4 സെന്റ് കോളനിയിലെ ആളുകളെ പനങ്കണ്ടി സ്കൂളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണം തുടങ്ങി പല നിർദ്ദേശങ്ങളും, ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. തൊണ്ടർനാട് ഗ്രാമപഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. ജില്ലയിൽ എല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഏത് നിമിഷവും ബന്ധപ്പെടാവുന്ന നമ്പറുകളും നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കുട്ടികളെ അടക്കം ഇത്തരം അപകടകരമായ സാഹചര്യത്തിലേക്ക് വിടരുത് എന്നുള്ള നിർദ്ദേശവും കലക്ടർ നൽകിയിട്ടുണ്ട്. കല്ലുവെട്ട് സ്ഥലങ്ങൾ അടക്കമുള്ള കുഴികൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ പോകരുത്, മീൻ പിടിക്കാൻ ഇറങ്ങരുത്, പുഴകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും വാഴകൾ അടക്കമുള്ള കൃഷി നശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ആളുകളോട് പരമാവധി വീടിന് പുറത്തിറങ്ങാതെ സാഹചര്യം നോക്കി ജാഗ്രതയോടുകൂടെ ഇരിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. വെള്ളം കയറുന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുടുംബങ്ങളിലേക്കോ മറ്റു സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കോ സ്വയം അറിഞ്ഞുകൊണ്ട് മാറണം. അധികൃതരുടെ നിർദ്ദേശം ഒക്കെ തന്നെ പാലിക്കണം. അതിൽ വീഴ്ച വരുത്തരുത് എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കലക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ NDRF ടീം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 28 അംഗ സംഘമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. മനു, ശരി. ഏതായാലും വയനാട്ടിൽ മഴ കനക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറന്നിരിക്കുന്നു, പലയിടങ്ങളിലും ആളുകളെയൊക്കെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ജോഷ്ല നൽകിയത്.